അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിന് തിരുകുമാരനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. എൻ്റെ പേര് പൂജാ മോഹൻ, തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 8/6/2024. ഉടമ്പടി എടുത്തു എന്നല്ല, അമ്മ മാതാവിനെ എങ്ങനെ എനിക്ക് പരിചയം, ഞാനൊരു ഹിന്ദുവാണ്, എങ്ങനെ എനിക്ക് പരിചയമെന്ന് പറഞ്ഞാൽ എനിക്ക് പത്രം വഴിയോ ആരും അത് മെസ്സേജ് വഴിയോ ഒന്നുമല്ല എനിക്ക് അമ്മ മാതാവിനെ അറിയാവുന്നത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ഇരുന്നപ്പോൾ ഫേസ്ബുക്കിലൂടെ മാതാവിൻ്റെ കുറേ ഫോട്ടോസ്, അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം കുറേ സാക്ഷ്യങ്ങൾ. അപ്പം എന്താണ് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ, ഇവിടുത്തെ എങ്ങനെയാണ്, ഉടമ്പടി എന്താണ്, ഇങ്ങനെ. അപ്പം എനിക്കൊരാഗ്രഹം ഇവിടെ വരണമെന്ന്, വന്ന് കണ്ട് പ്രാർത്ഥിച്ച് പോകണം എന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെ വരും, വീട്ടിലെങ്ങനെ ഞാൻ പറയും, അവരെങ്ങനെ എന്നെ ഇവിടെ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ കുറേ ചോദ്യങ്ങൾ മനസ്സിൽ. അപ്പം എന്നിട്ടും ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ ധ്യാനം, ചൊവ്വാഴ്ച ദിവസത്തെ ധ്യാനം മൊത്തം കാണും, എല്ലാം കേട്ടുകൊണ്ടിരിക്കും. പക്ഷെ എങ്ങനെ ഇവിടെ എത്തും? യൂട്യൂബിൽ സെർച്ച് ചെയ്തു, കലവൂരെത്തിയിട്ട് ബസ്സിൽ വരണം. അപ്പം ഞാൻ എല്ലാ ലൊക്കേഷനും എല്ലാം മനസ്സിൽ വെച്ചു, എപ്പോഴെങ്കിലും എന്തെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരാമല്ലോ, അങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഞാൻ ഇരുന്നു. അപ്പോഴത്തേനും എൻ്റെ മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ ടീച്ചർ ഒരു ക്രിസ്ത്യൻ കുട്ടിയാണ്, രേഷ്മ എന്നാണ് പേര്. അപ്പം പറയും, ചേച്ചി നമുക്കൊരു ദിവസം പോവാം, ഒരുമിച്ച് പോകാം, എൻ്റെ അമ്മയും കൂടെ വിളിക്കാം, നമുക്ക് പോയിട്ട് മാതാവിനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വരാം. ശരി, അങ്ങനെ ആവാം. ഞാൻ വീട്ടിലിങ്ങനെ പറയും, അച്ഛനോടങ്ങനെ പറയും. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പോവുകയാണ്, എനിക്ക് ചെന്ന് പ്രാർത്ഥിക്കണം, ഒന്ന് കാണണം. ഒന്നും പറഞ്ഞില്ല, പൊയ്ക്കോ. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 3:30 ബസ് ട്രെയിനിന്, ഏറനാട് എക്സ്പ്രസ്സിന് ഞങ്ങൾ വന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് 23 രൂപ കൊടുത്ത് ബസ്സിൽ കയറി കലവൂരിറങ്ങി, 30 രൂപ കൊടുത്ത് ഓട്ടോറിക്ഷയിൽ വന്നു, ഇറങ്ങി. ഉടമ്പടി എടുക്കണം എന്താണെന്നൊന്നും അറിയില്ല, നേരെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേനും അവിടുത്തെ ഒരു സെക്യൂരിറ്റി ചേച്ചി പറഞ്ഞു, നേരെ അവിടെയാണ് പുതിയ ഉടമ്പടി എടുക്കുന്നത് അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെയാണെങ്കിൽ തിരക്കുമില്ല, ഞങ്ങളെ കൊണ്ട് ടിക്കറ്റും എടുപ്പിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതായിരിക്കും നിയോഗം, എടുക്കാം, ഉടമ്പടി എന്താണെന്ന് അറിയില്ല. ഇവിടെ ഇരുന്നു. അപ്പം അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കുകയായിരുന്നു, വിശുദ്ധ കുർബാന. അപ്പോഴത്തേനും അച്ഛനെ ടി വിയിൽ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. മമ്മൂട്ടിയെ മോഹൻലാലിനെയും കണ്ടതുപോലൊരു സന്തോഷമായിരുന്നു മുഖത്ത്. അച്ഛൻ അവിടെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ കുറേ നേരം അവിടെ നിന്നു. അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കണ്ടു, സന്തോഷം. ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, അമ്മ ജോസഫ് അച്ഛനെ കണ്ടു, പ്രാർത്ഥനയുണ്ട്, ഞാൻ 9:30 ഉടമ്പടിക്ക് കയറും, ഞാൻ പ്രാർത്ഥിക്കും, എഴുതും, എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞു. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ആ കുട്ടിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉടമ്പടി എടുക്കാൻ കയറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്ലാസ് ഒന്നും അധികം മനസ്സിലാവില്ല, കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാം കേട്ടു. ഉടമ്പടി ഇങ്ങനെയാണ്, നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ 90 ദിവസം നന്നായിട്ട് കൊണ്ടുപോകണം, എല്ലാം കേട്ട് കഴിഞ്ഞു. അവിടെ നിന്നിട്ട് പറഞ്ഞു, 6 നിയോഗം വെക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയാണ്. അപ്പോൾ 6 നിയോഗം എന്ത് വെക്കും? ആദ്യത്തെ 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചത്, അമ്മ മാതാവേ, ഒരിക്കലും നീ എന്നെ വിട്ട് പിണങ്ങി പിരിഞ്ഞു പോകരുതേ എന്ന്. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല. എനിക്ക് വേറെ ഒന്നും വേണ്ട. ആദ്യത്തെ ഒരു നിയോഗം ഞാൻ അതാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെക്കേണ്ടി വന്നതുകൊണ്ട് 4-5 പ്രാവശ്യം വെച്ചു. അപ്പോൾ അവിടുത്തെ ആ സാറ് പറഞ്ഞു, ഒരു നിയോഗം അമ്മ മാതാവിന് വേണ്ടി വെക്കണമെന്ന്. ഞാനത് ആദ്യമേ വെച്ചു. 1ാമത്തെ നിയോഗമായിട്ട് വെച്ചു, എന്നെ വിട്ട് പിരിഞ്ഞു പോകരുത്, എന്നോട് പിണങ്ങി പോകരുത് എന്നുള്ള കാര്യം. അതെൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. കാര്യം എന്തുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചെന്ന് എനിക്കറിയില്ല. കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ ശരിക്കും അറിയില്ല, എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല. ലൂക്ക 18:1, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതുതന്നെയാണ്, ദൈവത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഇനി എൻ്റെ നിയോഗം, 1ാമത്തെ നിയോഗം, 8 വർഷം കൊണ്ട് വീടിൻ്റെ 2 പ്രമാണം ജപ്തിയിൽ വെച്ചൊക്കെയാണ്. അപ്പോഴത്തേനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജപ്തിയിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് ജപ്തി ഒഴിവാക്കി തരണമെന്ന് പ്രാർത്ഥിച്ച് വെക്കാം, അങ്ങനെയാണ് ഞാൻ നിയോഗം എഴുതിയത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു, ഇവിടെ വന്ന് അച്ഛനെ കണ്ടത് ബ്ലെസ്സിങ് വാങ്ങിച്ച് പോയാൽ എങ്ങനെയാണെന്ന്. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു, പ്രമാണം ക്ലിയറായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ അച്ഛനെ കാണാൻ പറ്റത്തില്ല എന്ന്. പിന്നെ പോയി എല്ലാ മാസവും വരും കേട്ടോ, ആരെങ്കിലും വിളിച്ച് എങ്ങനെയെങ്കിലും ആണെങ്കിൽ ഞാൻ ഇവിടെ എത്തും, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ കൊണ്ടെത്തിക്കും, പത്രം വാങ്ങിച്ച് പോവും, രാത്രിയാവും എത്തും, എന്നാലും ആരെങ്കിലും വരും, കൂടെ ആരെങ്കിലും കാണും. അങ്ങനെ വന്നു. 2ാമത്തെ പ്രാവശ്യം പ്രമാണം കൊണ്ടുവന്നു. അവിടെ ചെന്ന് എഴുതി, അച്ഛൻ്റെ അടുത്ത് വന്നു. അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു, എവിടെയാണോ ജപ്തി ഉള്ളത് അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എല്ലാം ചെന്നു. അവിടെ ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു,
ജപ്തി മാറ്റാനല്ലല്ലോ പറയേണ്ടത്, ജപ്തി മാറ്റി വസ്തു വിൽക്കാൻ വേണ്ടിയല്ലേ പറയേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനത് പറഞ്ഞില്ല, ഞാൻ ജപ്തി മാറ്റി തരണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ശരി, എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഞാൻ ഉടമ്പടി ഇതെടുത്തോണ്ടിരിക്കുകയാണ്. ഹസ്ബൻഡിൻ്റെ അനിയൻ വന്ന് 3 ലക്ഷം രൂപ കൊടുത്ത് ജപ്തി മാറ്റി. അതാണ് പറഞ്ഞത്, എഴുതുമ്പം നമ്മൾ നിയോഗം വയ്ക്കുമ്പോൾ ക്ലിയറായിട്ട് അമ്മ മാതാവിന് മനസ്സിലാകുന്ന രീതിയിൽ വെക്കണം. ജപ്തി മാറ്റി തന്നിട്ട് എനിക്ക് 8 വർഷമായി ജപ്തി മാറ്റി ക്ലിയർ ചെയ്ത് തന്നിട്ട് ഈ ഒക്ടോബർ 18-ാം തീയതി ആ ഒരു വസ്തു വിറ്റ് മറ്റേ വസ്തുവിൻ്റെ പ്രമാണം എടുത്ത് എനിക്കത് ക്ലിയർ ചെയ്യാൻ സാധിച്ചു. ആര് സാധിച്ചെന്ന്? അമ്മ മാതാവ് തന്നെയാണ് എനിക്ക് സാധിച്ചത്, വേറെ ആരുമല്ല. എനിക്കിവിടെ നിന്ന് പറയുന്നതിന് ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല, സത്യമായ കാര്യമാണ്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് പറയുന്നതല്ല, സത്യമായിട്ടുള്ള കാര്യം. വിശ്വസിച്ച അമ്മ മാതാവ് കൂടെ ഇറങ്ങി വരും. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞ് 30 വർഷത്തിൽ വീടിൻ്റെ ഉടമസ്ഥാവകാശം വാങ്ങിച്ച ആളുടെ പേരിൽ തന്നെയായിരുന്നു. അമ്മയുടെ പേരിലോട്ട് മാറ്റാനായിട്ട് നോക്കിയിട്ട് ഒന്നും നടന്നില്ല. എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, കോർപ്പറേഷനിൽ കയറി ഇറങ്ങി, ഒന്നും ആയില്ല. അവസാനം പുതിയ പ്ലാൻ വരച്ച് എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു. അവർ വന്നു, എൻജിനീയറിംഗ് സെക്ഷനിൽ നിന്ന് ആൾക്കാർ വന്ന് വീട് നോക്കിയപ്പം പറഞ്ഞു എല്ലാം ക്ലിയറാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നു, മാതാവിൻ്റെ ഇടപെടൽ മൂലം ഒരു പുതിയ എൻജിനീയർ വന്നു, ഞങ്ങൾ സൈറ്റ് കണ്ടു, എല്ലാം ക്ലിയറാക്കി ഞങ്ങൾക്ക് അത് ക്ലിയറാക്കി ഞങ്ങൾക്ക് ആ രേഖ പുതുതായിട്ട് തന്നു. അതുകൊണ്ട് അത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അതിന് കോടാനുകോടി അമ്മ മാതാവിന് നന്ദി പറയുന്നു. പരിശുദ്ധ ഉപ്പ്, അത് എൻ്റെ അച്ഛൻ കൂടെ വന്നിട്ടില്ല. അച്ഛനൊരു ദിവസം ജോലിക്കിടയിൽ തലയിറങ്ങി വീണു. അപ്പോഴത്തേനും വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അച്ഛൻ ഹോസ്പിറ്റലിലാണ്, ചെല്ലണം എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ സീറ്റ് എടുത്തിട്ടൊക്കെ ഉണർന്നിട്ടില്ല, തട്ടി വിളിച്ചിട്ട് ഉണർന്നിട്ടില്ല. അച്ഛൻ വരും, അച്ഛൻ്റെ കൂടെ വന്നെന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. അപ്പോഴത്തേനും ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. എപ്പോഴും ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഉപ്പും തൈലമൊക്കെ കയ്യിൽ കൂടെ ഉണ്ടാവും. അച്ഛന് ഉപ്പ് കൊടുത്തു. സത്യം പറയട്ടെ, ഉപ്പ് കൊടുത്ത്, അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഉപ്പ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ സംസാരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കുഴപ്പമില്ല, എൻ്റെ കൂടെ എണീറ്റ് വന്നു. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിശ്വാസത്തോടു കൂടി അത് മുന്നോട്ട് ഇറങ്ങി നമ്മൾ അമ്മ മാതാവിനെ പ്രാവശ്യം അമ്മ കൂടെ വരും. ഞാൻ എന്ത് കാര്യവും അമ്മയോടാണ് പറയുന്നത്. എൻ്റെ വീട്ടിൽ എന്നും ജപമാല ചൊല്ലും. അമ്മയെ ഞാനും മോനും ഒക്കെ കൂടി ഇരുന്ന്, അവനെ അറിയില്ല എങ്കിലും കൂടെ വന്നിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ഓരോ ദിവസമുള്ള കാര്യങ്ങൾ ചെന്ന് പറയുമ്പോഴേ മാതാവ് ചെവി പൊത്തും. കാരണം വന്ന് അടുത്ത പരാതി കേൾക്കാൻ വേണ്ടിയിട്ട് വരുവാണ്, അടുത്ത പരാതി പറയാൻ വരികയാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് 38 വർഷം കൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഇത് അറിഞ്ഞില്ല, ഇവിടെ എനിക്ക് വരാൻ സാധിച്ചില്ല. അപ്പം ഞാൻ അത്രയ്ക്ക് അത് അനുഭവിക്കണമായിരുന്നിട്ടുണ്ടാവും. കാര്യം ഇവിടെ വന്നപ്പോഴത്തേനും എൻ്റെ പകുതി എല്ലാം എനിക്ക് മാതാവ് മാറ്റിത്തന്നു. ഇനിയും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുന്നിൽ തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് അമ്മ മാതാവ് ഇല്ലാതെ പറ്റൂല, അതങ്ങനെ ആയിപ്പോയി. അമ്മ മാതാവ് കൂടെ വേണം. എന്ത് കാര്യത്തിനും ഏതിനും മാതാവേന്ന് വിളിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. അമ്മ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നോട് പിണങ്ങി പോകരുതേ എന്നാണ് ഞാൻ ഈ അവസാനം വരെയും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കൂടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് എല്ലാ മാസം വന്ന് പത്രം വാങ്ങിക്കുമല്ലോ. പത്രം എല്ലായിടത്തും കൊണ്ടു കൊടുക്കും, കടകളിൽ, ബസ് സ്റ്റാൻഡിൽ, എല്ലായിടത്തും കൊണ്ടു കൊടുക്കും. ചിലവർ പത്രം വാങ്ങിക്കില്ല. വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഹസ്ബൻഡ് പറയും അടുത്ത ആൾക്ക് കൊടുക്കാം. അപ്പോൾ അടുത്ത ആളെടുത്ത് കാര്യം പറഞ്ഞിട്ട് കൊടുക്കും, വാങ്ങിക്കുന്നവരുണ്ടാവും. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോഴത്തേനും ഹോസ്പിറ്റലിൽ പോയിട്ട് ഒ പി ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ പത്രം കൊണ്ട് കൊടുത്തിട്ട് ഞാൻ അവിടെ നിൽക്കും, ആർക്കെങ്കിലും ആഹാരം മേടിച്ചു കൊടുക്കാം. പക്ഷേ ഹോസ്പിറ്റലാകുമ്പോൾ പൊതിച്ചോറ് കൊടുക്കാൻ ചില സിസ്റ്റേഴ്സ് സമ്മതിക്കില്ല. അപ്പം അങ്ങനെയുള്ളപ്പം ഞാൻ അങ്ങനെയുള്ളവരെ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കും, എന്നിട്ട് ഞാൻ ക്യാഷ് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ പൊതിച്ചോറ് കൊടുക്കും. അത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി അവിടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറുകൾക്കൊക്കെ കൊടുക്കും, അവർ വന്ന് വാങ്ങിക്കും. പിന്നെ ഇതിന് ഉടമ്പടിക്ക് മുമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല പ്രാർത്ഥന എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിനും അമ്മ മാതാവിയെന്ന് വിളിക്കാതെ ഞാൻ ഒരു കാര്യത്തിനും മുന്നിട്ടിറങ്ങില്ല. എനിക്ക് വിളിച്ച വിളി കേൾക്കും, അത്രയ്ക്കാണ്. നമുക്ക് എന്ത് വിഷമമുണ്ടോ നമ്മളൊന്ന് വിളിച്ചാൽ മാത്രം മതി. എന്ത് കാര്യങ്ങൾ ഇവിടെ ഗൾഫിൽ പോകാനാണെങ്കിലും, പരീക്ഷയ്ക്ക് പാസ്സാവാനാണെങ്കിലും, ജർമ്മനി പോകാനാണെങ്കിലും, എന്തിനും നിങ്ങൾ വിശ്വസ്തയോടുകൂടി ഇറക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പ്രാർത്ഥിച്ചാൽ മാത്രം മതി. എല്ലാം സർവ്വമായിട്ട് അമ്മ മാതാവ് തരും. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ. എനിക്ക് എങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. അമ്മ മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി. അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്.
സങ്കീർത്തനം 16:11 ദൈവസന്നിധിയിൽ ഈശോയും അമ്മയും അമ്മയുടെ സാന്നിധ്യമുള്ള ഈ ദേവാലയത്തിൽ, ഈശോയുടെ ഈ ആലയത്തിൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം പൂർണ്ണവും നിലനിർത്തുന്നതുമാണ്. അത് ശാശ്വതമായ ഒരു സന്തോഷമാണ്. സാഹചര്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതല്ല, മറിച്ച് നല്ലൊരു ബന്ധമാണ്. അവിടുത്തെ വലതുഭാഗത്ത് എന്നത് നമുക്ക് ശാശ്വതമായ ഒരു സന്തോഷമാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോഴുള്ള സന്തോഷം, ആ ബന്ധത്തിൽ നിന്ന് വരുന്ന നിത്യമായ അനുഗ്രഹവും സുരക്ഷയുമാണ് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഈ ജീവിതമാണ് നമുക്ക് നിത്യജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തിൽ കൊടുത്ത അനുഗ്രഹങ്ങളുടെ ഒരു വലിയൊരു അനുഭവ സാക്ഷ്യമാണ് പൂജ മോഹൻ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈശോയും അമ്മയും നമ്മളുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഈശോയ്ക്ക് അമ്മയുടെ ആഗ്രഹമാണ് അതെങ്കിൽ അവരൊരു വഴി കണ്ടുപിടിക്കും. ഈ മകൾ ഫേസ്ബുക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ റീൽസ് കണ്ടു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയെ പറ്റിയും കൃപാസനത്തെ പറ്റിയും അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിനെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹം തോന്നിയതും. നമ്മൾ അയക്കുന്ന ഓരോ ഓൺലൈനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന റീൽസും നമ്മൾ അയക്കുന്ന ഫോർവേഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആരുടെയെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് നമ്മൾ ഓർത്ത് കാണില്ല. പക്ഷേ ഇങ്ങനെയാണ് ഓരോരുത്തരും ഈശോ അമ്മയെ പറ്റി കൂടുതൽ അറിയാനും കൂടുതൽ ആഴത്തിലറിയാനായിട്ട് ഇവിടെ വരികയും ഉടമ്പടി ജീവിതം നയിക്കുകയും ചെയ്യുന്നത്. ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യം വെച്ചത് അമ്മയെ അറിയാത്ത ഒരു മകൾ, ഈശോയെ പറ്റിയും കൂടുതൽ അറിയത്തില്ല എങ്കിലും ആദ്യം വെച്ച ഒരു നിയോഗം അമ്മ ഒരിക്കലും പിണങ്ങിപ്പോകരുത് എന്നാണ്. എന്നെന്നും അമ്മയോട് ചേർന്ന് മുന്നോട്ട് ജീവിക്കണമെന്നാണ്. അമ്മയോടുള്ള ചേർന്നുള്ള ജീവിതമാണ് നമ്മളെ ഈശോയിലേക്ക് നയിക്കുന്നത്. അമ്മയാണ് ഈശോയെപ്പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. അമ്മയാണ് നമ്മളോട് പറഞ്ഞത് അവൻ പറയുന്നത് ചെയ്യുക എന്നത്. ഈ അമ്മയോട് ചേർന്ന് നിന്ന് പോകുമ്പോഴാണ് ഈശോയെ നമുക്ക് അമ്മയെപ്പോലെ സ്നേഹിക്കുവാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഈ മകൾ അമ്മയിൽ കൂടെ ഈശോയിലേക്ക് വരുന്നതും ഈശോയെ അമ്മയും കൂടുതൽ സ്നേഹിക്കുവാനും ആഴത്തിലറിയാനും സാധിച്ചത്. പിന്നീടാണ് വരുന്ന നിയോഗങ്ങൾ. 8 വർഷം വിൽക്കാൻ നോക്കിയിരുന്ന ഒരു വസ്തുവാണ്, ജപ്തിയാണ്. അവിടെയാണ് ഇവിടെ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കാൻ ഉപദേശിച്ചിരുന്നു. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുമായിട്ടാണ് ഈ മകൾ പിന്നീട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് 8 വർഷം വിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥലം ഉടമ്പടി എടുത്ത ഉടനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിയപ്പോഴേ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ സ്ഥലം വിൽക്കുവാൻ സാധിച്ചു. ഇതെല്ലാമാണ് അമ്മയുടെ അനുഗ്രഹങ്ങൾ. ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഉടമ്പടി വിശ്വസ്തയോടെ നടത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഈശോ അമ്മയും കേൾക്കിട്ട് നമുക്ക് സാധിച്ചു തരും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വഴി അച്ഛന് 40 വർഷത്തെ പ്രാർത്ഥനയുടെ ഒരു ആസ്തിയിൽ നിന്നാണ് നമുക്കുള്ള അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുന്നത്. നമ്മൾക്ക് ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് ഈശോയുടെ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾക്കും ഭക്തിയോടെ പ്രാർത്ഥിക്കാം. പിന്നീടാണ് ഈ മോള് വെച്ചത് 30 വർഷം ഉണ്ടായിരുന്ന വീടിൻ്റെ ഉടമസ്ഥാവകാശം. അതും സമയചുരുക്കത്തിൻ്റെ അമ്മ, ടൈം ഷോർട്ടണിങ്ങിൻ്റെ അമ്മ 30 വർഷം ഉടമസ്ഥാവകാശം കിട്ടാതെ വളരെ തടസ്സങ്ങളുണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അതും ഈശോയും അമ്മയും കൂടെ ചേർന്ന് നിന്ന് ഉടമ്പടി എടുത്ത ഉടനെ ഇവരുടെ ജീവിതത്തിൽ നടത്തിക്കൊടുത്തു. 8 വർഷം വിൽക്കാൻ നോക്കിയ സ്ഥലവും 30 വർഷം കൊണ്ട് ഉടമസ്ഥാവകാശം ലഭിക്കാത്ത സ്ഥലവും എല്ലാം ഉടമ്പടി മക്കൾക്ക് കിട്ടാവുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മൾക്കും വിശ്വാസത്തോടെ നമ്മൾക്കും ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് വന്നത് ഈ മകൾ പറഞ്ഞത് എന്നോട് വന്നത് ഈ സ്ഥലം വിൽക്കാനായിട്ട് ഇവിടെ പറയാൻ വിട്ടുപോയതാണ് മകൾ. ഒരു എൻജിനീയറാണ് ഈ മാതാവ് വിട്ടത്. അത് പഴയ എൻജിനീയർ സ്ഥലം മാറി ഒരു പുതിയ എൻജിനീയർ വന്നെന്നും ആ എൻജിനീയറിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഇടപെടലാണെന്നുമാണ് എനിക്ക് അമ്മയുടെ സാക്ഷ്യത്തിൽ നിന്ന് മനസ്സിലായത്. ഈശോയും അമ്മയും നമ്മുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ പലരെയും പല വ്യക്തികളെയും പല സാഹചര്യങ്ങളെയുമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്കും ആ സാഹചര്യങ്ങളും സമയങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലും ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കാം. ഈ മകൾ പ്രാർത്ഥിച്ച പോലെ ഒരിക്കലും അമ്മയെ പിണങ്ങി നിൽക്കാതിരിക്കാനായിട്ടും ഈശോയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനും നമുക്കും അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ഈശോയുടെ അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്കും പൂർണ്ണ സന്തോഷം കണ്ടെത്താം. ആദ്യം പറഞ്ഞതുപോലെ ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്ന അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. നമ്മൾക്കും ഈ സന്നിധിയിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ ആനന്ദവും ശാശ്വതമായ ഈ സന്തോഷവും നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടി നെട്ടോട്ടം ഓടുമ്പോൾ ഓർക്കാം, സന്തോഷത്തിൻ്റെ ഉറവിടം, സമാധാനത്തിൻ്റെ ഉറവിടം ദൈവസന്നിധിയിലാണ്. ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ച് നടത്തുമ്പോൾ ജീവിതം അർത്ഥവത്വവും സമാധാനപൂർണവും സന്തോഷപൂർണവുമാകും. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ നയിച്ച് ആ സന്തോഷം നമ്മൾക്കും കണ്ടെത്താൻ പ്രാർത്ഥിക്കാം. പൂജാമോഹനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്